ഷെഫി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ കോഴിയിൽ നിന്നും ഒരു മാസം എത്ര മുട്ട കിട്ടും എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരുപാട് മുട്ടയിടുന്ന ഒരു കോഴിയല്ല എന്നത് നാടൻ കോഴിയുടെ ഒരു പ്രത്യേകതയാണ്. സാധാരണഗതി ഒരു കോഴിയെ വളർത്തുന്നത് രാവിലെ കൂട്ടിൽ നിന്നും തുറന്നുവിട്ടാൽ അവരുടെ ഭക്ഷണം അവർ തന്നെ കണ്ടെത്തി ഭക്ഷിച്ച് സന്ധ്യയാവുമ്പോൾ കൂട്ടിൽ വന്നു കയറുകയാണ്. പ്രത്യേകിച്ച് പരിപാലനവുമില്ല, ചെലവും ഒന്നും തന്നെയില്ല. പറമ്പിൽ നിന്നൊക്കെ ഇലകളും ഭക്ഷണ വേസ്റ്റുകളും പുഴുക്കളും കല്ലുകളും ഒക്കെ കൊത്തിപ്പെറുക്കി തിന്നിങ്ങനെ വളരുന്ന കോഴിയാണ് നാടൻ കോഴി. അതുകൊണ്ട് തന്നെ അവയുടെ മുട്ടയ്ക്കും ഇറച്ചിക്കും ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. മുട്ടയുടെ എണ്ണം എന്നതിനേക്കാൾ ഗുണത്തിനാണ് പ്രാധാന്യം. 5.5 മാസം പ്രായമായാൽ ഒരു നാടൻ കോഴി മുട്ടയിട്ട് തുടങ്ങും. ചില ദിവസങ്ങളിൽ ഇടവിട്ടിട്ട് ഒരു 15, 16 അല്ലെങ്കിൽ ഒരു കൂടിയാൽ ഒരു 18 മുട്ടയൊക്കെ വരെ ഇടും. പിന്നീട് കോഴി പൊരുന്ന് അടയിരിക്കും. ഒരു 21 ദിവസമാണ് അടയുടെ കാലാവധി. 2 മാസത്തോളം കുഞ്ഞുങ്ങളെ നോക്കി നടക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ മാസങ്ങളിൽ എത്ര മുട്ട കിട്ടുന്നു എന്ന് പറയാനാവില്ല. അതായത് ഒരു മാസം മുട്ടയിടുന്ന്, പിന്നത്തെ ഒരു 21 ദിവസം അടയിരിക്കും, പിന്നെ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ കറക്റ്റ് ഒരു മുട്ടയുടെ എണ്ണം പറയാനാവുന്നില്ല ഓരോ മാസത്തെയും. ഒരു വർഷം ഏകദേശം ഒരു 100 മുട്ടയൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ മുട്ട കിട്ടുന്ന സ്ഥിതി അടയിരുത്താതെയും കുഞ്ഞുങ്ങളെ നോക്കാൻ സമയം കൊടുക്കാതെയും ഇരുന്നാൽ കുറച്ചുകൂടെ മുട്ടയുടെ ലഭ്യത കൂട്ടാം. പിന്നെ വളർത്തുന്ന രീതിയിൽ മാറ്റം വരുത്തി തീറ്റ കൊടുത്തോ മുട്ടയുടെ എണ്ണം വർദ്ധിപ്പിക്കാം. പക്ഷെ ഞാനീ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കുമെന്നും പറയാനാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്